തെരുവുനായുടെ കാര്യത്തിൽ നമുക്കറിയാം, ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന് 30 ദിവസത്തിനകം തന്നെ പൈലറ്റ് പ്രോജക്റ്റ് എന്നുള്ള ഞങ്ങൾ 50 തെരുവുനായ്ക്കളെ ഷെൽട്ടറിൽ പാർപ്പിച്ചിട്ടുണ്ട്. അവ വളരെ ഹെൽത്തി ആയിട്ട് തന്നെയാണ് പോകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2ാം ഘട്ടം ഇന്ന് രാവിലെ ആരംഭിച്ചു. തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്നാണ് 2ാം ഘട്ടം ഞങ്ങൾ ആരംഭിച്ചത്. അവിടെ SIT-യിലൊക്കെ ആൾക്കാരെ തെരുവുനായ്ക്കൾ കടിച്ചിട്ടുണ്ട്. വളരെ ഭീകരമായ പരിക്കുകളേറ്റിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ നിന്നുള്ള ഒരു കുട്ടിയെ തെരുവുനായി കടിച്ച് ആ കുട്ടിയെ SIT ആശുപത്രിയിൽ കൊണ്ടുവന്നിട്ട് ആ കുട്ടിയുടെ അമ്മ അവിടെ വച്ചിട്ട് നായുടെ പുര കേട്ടപ്പോൾ തന്നെ ആ കുട്ടി ഭയപ്പെടുന്ന കാര്യമൊക്കെ മാധ്യമങ്ങളിലൂടെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ കുടുംബത്തോടുള്ള കടപ്പാട് കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ആദ്യമായിട്ട് 2ാം ഘട്ടം തെരുവുനായ്ക്കളെ പിടിച്ചത്. പിന്നെ തുടർന്ന് RCC, ശ്രീത്ര അതുപോലുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ 10,000-കണക്കിന് ആൾക്കാർ ദിനം വന്നു പോകുന്ന ആശുപത്രിയിൽ നിന്ന് പിടിക്കും. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവ് ആശുപത്രികൾ, അതുപോലെ തന്നെ കോളേജുകൾ, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ആദ്യം പിടിക്കേണ്ടത്. ഞങ്ങൾ അടുത്ത ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞാൽ മ്യൂസിയം വളപ്പ്, റെയിൽവേ സ്റ്റേഷൻ, തമ്പാനൂർ ബസ് സ്റ്റാൻഡ്, മറ്റുള്ള സ്കൂളുകൾ, വിമൻസ് കോളേജ്, പിന്നെ അങ്കണവാടികൾ ഇവിടെ നിന്നൊക്കെ പിടിക്കും. അതിനുശേഷം കൗൺസിലർമാരും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും ഒക്കെ തന്നെ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. അക്രമകാരികളായ നായ്ക്കാരെ നാട്ടിൽ നിന്നും പിടിക്കും. ഇതിനൊക്കെ തന്നെ കോർപ്പറേഷൻ്റെ ABC സെന്ററിൽ എത്തിച്ച് ബന്ധീകരണം നടത്തിയ ശേഷം ഷെൽട്ടറിൽ എത്തിക്കും. കോർപ്പറേഷൻ്റെ ഇപ്പോൾ കോർപ്പറേഷനിലുള്ള എല്ലാം തന്നെ ഞങ്ങൾ നവീകരിച്ചിട്ടുണ്ട് കുറച്ച്. അതായത് ഇപ്പോൾ വണ്ടി തത്തുള്ള ഷെൽട്ടറിൽ കൂടുതൽ നായ്ക്കളെ പാർപ്പിക്കാൻ കണക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പേട്ടയിൽ ABC പ്രവർത്തനം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഞങ്ങളുള്ള സൗകര്യം വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാമെന്ന് കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഇതിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. മറ്റൊന്ന് കൂടുതൽ പോർട്ടബിൾ ABC സെൻ്ററൊക്കെ ആവശ്യമായ ഘട്ടത്തിൽ ഞങ്ങളത് ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ കൈവശം ഒരു ABC സെൻ്റർ ഉണ്ട്, പോർട്ടബിൾ ABC സെൻ്റർ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, നിരന്തരം ആവശ്യപ്പെടുകയാണ്. അതുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ നായ്ക്കളെ എല്ലാ ദിവസവും അധികരിക്കാൻ വേണ്ടി സാധിക്കും. എന്തായാലും ഈ ഭരണസമിതി നൽകിയ വാഗ്ദാനം ഞങ്ങൾ നിറവേറ്റുകയാണ്. തിരുവനന്തപുരം നഗരത്തെ തെരുവുനായ് ശല്യത്തിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള 2ാം ഘട്ട നടപടികൾ ആരംഭിച്ചു. നല്ല പ്രതീക്ഷ വയ്ക്കാൻ ഞങ്ങൾക്ക് മാർച്ചിൽ പോർട്ടബിൾ ABC സെൻ്റർ തിരുവനന്തപുരം കോർപ്പറേഷൻ തരാമെന്ന്, അതായത് ഏപ്രിൽ മാസത്തിൽ ഇവിടെ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ ആക്ടിവിറ്റി കഴിഞ്ഞാൽ മെയ് മാസത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനെ തരാം എന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നതാണ്. ഞങ്ങൾ അതിനുവേണ്ടി മാർച്ച് മാസത്തിൽ തിരുവനന്തപുരം നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ ആക്ടിവിറ്റി നടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ മുതൽ തിരുവനന്തപുരം കോർപ്പറേഷൻ തരാമെന്ന് പറഞ്ഞിരുന്നതാണ്. ഞങ്ങൾ അതിനനുസരിച്ച് മണ്ണന്തലയെ ഗ്രൗണ്ട് ഉൾപ്പെടെ തയ്യാറാക്കിയിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയില്ല. എന്താണ് കാര്യമെന്ന് ജില്ലാ പഞ്ചായത്താണ് പറയേണ്ടത്. ഇപ്പോൾ അത് കരവാരം പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ആവശ്യപ്പെടുകയാണ്. അത് ഞങ്ങൾക്കൊരു 45 ദിവസം തന്നു കഴിഞ്ഞാൽ കൂടുതൽ നായ്ക്കളെ വന്ധീകരിച്ച് സെൻട്രലാക്കാൻ സാധിക്കും. ഞങ്ങൾ കൊണ്ടുപോയി വന്ധീകരിക്കുന്ന നായ്ക്കളെ തിരിച്ച് തെരുവുകളിലേക്ക് തുറന്നു വിടില്ല. ഞങ്ങൾക്ക് പാർപ്പിക്കാനുള്ള സൗകര്യം. ഈ റോഡ് കൈവേറി ദേശീയപാതയുടെ 2 ഭാഗം ലോറികളിൽ കൊണ്ടുള്ള അത് വൈകുന്നേരം കൊണ്ടുപോകുന്നില്ല. അത് അവിടെ ടെൻറ്റ് ചെയ്തിട്ട് ഒരു ട്രാക്ക് തന്നെ പൂർണ്ണമായിട്ട് ഞാൻ ഈ ചോദ്യമാണ് നേരത്തെ ഉത്തരം പറഞ്ഞത്. ചിലരുടെ അവകാശമായിട്ട് സർക്കാരോട് കൈകാര്യം കടമെടുക്കുന്നതായി മാറിയിരിക്കുകയാണ്. അവർക്ക് നൽകുന്നൊരു മുന്നറിയിപ്പാണ്. അവരിപ്പോൾ തന്നെ ആ നടപടിയിൽ നിന്ന് പിന്മാറണം. അതിനെയൊക്കെ തന്നെ ഒഴിവാക്കാനുള്ള ഹോംവർക്ക് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയാവുന്നതോടുകൂടി ശക്തമായ നടപടികൾ മുഖം നോക്കാതെ തന്നെ അവർ കിട്ടിയില്ല. വൈകുന്നേരത്തോടി ഡോക്ടർ ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞങ്ങൾ ഷെൽട്ടറിലേക്ക് 2 ഘട്ടമായിട്ട് ഞങ്ങൾ മാറ്റിയിട്ടുള്ളത് 100-110 നായ്ക്കളെ 108 നായ്ക്കളെ മാറ്റിയിട്ടുണ്ട്. അത് കൂടുതൽ കണക്ക് കേൾക്കില്ല. ഇന്നത്തെ നായ്ക്കളെ പിടിക്കാൻ സാധിക്കുമെന്നുള്ള വൈകുന്നേരം റിപ്പോർട്ട് വൈകുന്നേരം ഷെൽട്ടറിൽ നിന്ന് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പിരിയുമ്പോഴേക്കും അതിനകത്ത് 6 നായ്ക്കൾ, വാഹനത്തിൽ 6 നായ്ക്കൾ പിടിച്ച് കണ്ടതിന് ശേഷം ഇനി ബാക്കി കുറച്ചുകൂടെ അവർ വർക്കിലാണ് വൈകുന്നേരത്ത്.